ഹലോ, നമ്മൾ എന്തൊക്കെ പഠിച്ചു കഴിഞ്ഞു? നമ്മൾ എന്താണ് ഒരു ഇമേജ് എന്ന് പഠിച്ചു കഴിഞ്ഞു അല്ലേ? പിന്നെന്ത് പഠിച്ചു? ഇമേജിൻ്റെ റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണെന്ന് പഠിച്ചു. പിന്നെന്ത് പഠിച്ചു? പിക്സൽസ് അല്ലേ? ഇമേജ് റെപ്രസെൻറ്റേഷൻ, ബേസിക് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ പിക്സൽസ് നമ്മൾ പഠിച്ചു അല്ലേ? അപ്പോൾ കുറേ പേര് ക്ലാസ് അറ്റൻഡ് ചെയ്യാത്തവരുണ്ട്. ശരണ്യ അങ്ങനെ കുറച്ച് പേരുകൾ ഫുൾ ക്ലാസ് അറ്റൻഡ് ചെയ്ത ആൾക്കാരുണ്ട്. അവരോട് ചോദിച്ച് മനസ്സിലാക്കി ഇതുവരെയുള്ള ടോപ്പിക്കുകൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യാം. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് എലമെൻറ്റ്സ് ഓഫ് ഡിപ്പാണ്. അതായത് എലമെൻറ്റ്സ് ഇൻ ദ ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിംഗ് സിസ്റ്റമാണ്. ഞാൻ ഈ ഡയഗ്രാം വെച്ചിട്ട് മാത്രമേ എക്സ്പ്ലെയിൻ ചെയ്യുള്ളൂ. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കേട്ട് തന്നെ നിങ്ങൾ നോട്ട് എഴുതുക. കാരണം വായിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാടുണ്ട്. അപ്പോൾ ഞാനിത് റിപ്പീറ്റ് ചെയ്ത് ക്ലാസ്സിൽ പറയണ പോലെ തന്നെ ഞാൻ പറയും. അപ്പോൾ നിങ്ങളത് വൃത്തിയായി കേൾക്കുക കേട്ടോ. അപ്പോൾ ഫണ്ടമെന്റൽ സ്റ്റെപ്സ് ഇൻ ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിംഗ് അല്ലെങ്കിൽ എലമെന്റ്സ് ഓഫ് ഡിപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബ്ലോക്ക് ഡയഗ്രാമാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ഇമേജ് അക്വിസിഷൻ, രണ്ടാമത്തത് ഇമേജ് എൻഹാൻസ്മെന്റ്, പിന്നെ ഇമേജ് റീസ്റ്റോറേഷൻ, പിന്നെ കളർ ഇമേജ് പ്രോസസ്സിംഗ്, വേവ്ലെറ്റ്സ് ആൻഡ് മൾട്ടി സൊല്യൂഷൻ പ്രോസസ്സിംഗ്, compression, morphological processing, segmentation, representation and description, object recognition. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ എലമെന്റ്സ് ഓഫ് ഡിപ്പിലുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ആദ്യം എന്താണ് നമ്മുടെ ഇമേജ് അക്വിസിഷൻ അല്ലേ? എന്താ അക്വിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്വയർ ചെയ്യുക അല്ലേ? അപ്പം നമുക്കൊരു ഇമേജ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പ്രോസസ്സ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും? നമുക്കൊരു ഇമേജ് വേണം. വിത്തൗട്ട് ആൻ ഇമേജ് നോ പ്രോസസ്സിംഗ് ഈസ് പോസിബിൾ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ നമ്മൾ എഴുതേണ്ടത്? വിത്തൗട്ട് ആൻ ഇമേജ് നോ പ്രോസസ്സിംഗ് ഈസ് പോസിബിൾ. അപ്പോൾ ഇമേജ് ഇസ് അക്വയർഡ് കംപ്ലീറ്റ്ലി അൺപ്രോസസ്ഡ്. നമ്മൾ അക്വയർ ചെയ്യുന്ന ഇമേജ് എപ്പോഴും എങ്ങനെയുള്ളതായിരിക്കും? അൺപ്രോസസ്ഡ് ആയിരിക്കും. അതായത് പ്രോസസ്സ് അല്ലാത്ത ഇമേജ് ആയിരിക്കും അല്ലേ നമ്മൾ സാധാരണ ഒരു ഇമേജ് ക്യാപ്ചർ ചെയ്യാന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ ഇമേജിനെ അക്വിസിഷനിലാണ് നമ്മൾ എന്ത് ചെയ്യണത്? പ്രീ പ്രോസസ്സിംഗ് നടത്തുന്നത് അല്ലേ? പ്രീ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ സ്കെയിലിംഗ് ഒക്കെ നടത്തുന്നത് നമ്മൾ ഇമേജ് അക്വിസിഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രീ പ്രോസസ്സിംഗ് ഈസ് ഡൺ ഇൻ ഇമേജ് അക്വിസിഷൻ. പ്രീ പ്രോസസ്സിംഗ് പറഞ്ഞാൽ സ്കെയിലിംഗ് ആയിരിക്കും നടത്തുന്നുണ്ടാവുക. പിന്നെ ഇത് മാത്രമല്ല, ഇത് യൂസ് ചെയ്യണത് ഇമേജ് അക്വിസിഷൻ എന്ന് പറഞ്ഞാൽ യൂസ് ടു റിട്രീവ് ചെയ്യുക അല്ലെങ്കിൽ അക്വയർ ചെയ്യുക. ഒരു ഇമേജിനെ അക്വയർ ചെയ്യാൻ ഒരു സോഴ്സിൽ നിന്ന് നമ്മൾ ഒരു ക്യാമറ വെച്ചിട്ട് നമ്മൾ ക്യാപ്ചർ ചെയ്യണം അല്ലേ? അപ്പൊ ക്യാമറ എന്ന് പറയുന്നത് നമ്മൾ എന്താണ്? ഹാർഡ്വെയർ ആണ്. അതായത് ഒരു സെൻസറാണ് ക്യാമറ ആക്ട് ചെയ്യണത് അല്ലേ? അപ്പൊ ഒരു സെൻസർ വെച്ചിട്ട് നമ്മൾ ഇമേജിനെ അക്വയർ ചെയ്യുക, എന്നിട്ട് അതിനെ പ്രീ പ്രോസസ്സിംഗ് നടത്തുക, അതായത് സ്കെയിലിംഗ് പോലുള്ള പ്രോസസ്സിംഗ് നടത്തുക. ഇതാണ് ഇതിന്റെ ഫംഗ്ഷൻ, ഇമേജ് അക്വിസിഷന്റെ ഫംഗ്ഷൻ. അപ്പൊ ഇമേജ് അക്വിസിഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് പറയണം? ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ without an image no processing is possible. Image acquired is completely unprocessed ആണ്. Image acquired is completely unprocessed. Hence image acquisition pre-processing is done such as scaling. അപ്പോൾ image acquisitionലാണ് നമ്മൾ എന്ത് നടത്തുന്നത്? pre-processing നടത്തുന്നത് such as scaling. Image acquisition is used to retrieving or acquiring an image. നമ്മൾ acquire ചെയ്യുക അല്ലെങ്കിൽ retrieving an image from a source, ഒരു സോഴ്സ് നിന്ന്, യൂഷ്വലി മെയ്ഡ് ബൈ എ ഹാർഡ്വെയർ. അപ്പോൾ യൂസ് ടു റിട്രീവ് ഓർ അക്വയർ ആൻ ഇമേജ് ഫ്രം ദ സോഴ്സ് യൂഷ്വലി മെയ്ഡ് ബൈ എ ഹാർഡ്വെയർ. ദാറ്റ് ഹാർഡ്വെയർ ഇസ് നോൺ ആസ് എ സെൻസർ. അപ്പോൾ ഇമേജ് അക്വിസിഷൻ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഇനി അടുത്ത് നമ്മൾ എന്ത് ചെയ്യണം? എൻഹാൻസ് ചെയ്യണം അല്ലേ? അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് ദ ഇമേജ് എൻഹാൻസ്മെന്റ്. ദാറ്റ് ഈസ് ദ പ്രോസസ്സിംഗ് ഓഫ് അഡ്ജസ്റ്റിംഗ് ദ ഡിജിറ്റൽ ഇമേജ് സോ ദ റിസൾട്ട് ആർ മോർ സ്യൂട്ടബിൾ ഫോർ ഡിസ്പ്ലേ. നമ്മുടെ ഡിസ്പ്ലേയിൽ എങ്ങനെയാണോ നമുക്ക് ഇമേജ് കാണേണ്ടത്, അപ്പോൾ ആ നമ്മൾ അക്വയർ ചെയ്ത ഇമേജിൽ എന്തൊക്കെ ചേഞ്ചസ് ആണോ വരുത്തേണ്ടത്, ദാറ്റ് ഈസ് അഡ്ജസ്റ്റിംഗ് ദ ഡിജിറ്റൽ ഇമേജ് ഫോർ ദ സ്യൂട്ടബിൾ ഫോർ ദ ഡിസ്പ്ലേ. എന്തിനാ? നമുക്ക് ഫർദർ അനാലിസിസിന് വേണ്ടിയിട്ട്, ഡിസ്പ്ലേയിൽ കാണാൻ നമുക്ക് ഫർദർ അനാലിസിസിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചേഞ്ചസ് ആണ് ആ ഇമേജിൽ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ അവരുടെ ഡിജിറ്റൽ ഇമേജ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്, ആ കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഇമേജ് എൻഹാൻസ്മെന്റ്. ഫോർ എക്സാമ്പിൾ ദ ഷാർപ്പണിങ്, ഇമേജ് കുറച്ചും കൂടി ഷാർപ്പൺ ചെയ്യാൻ, അല്ലെങ്കിൽ ബ്രൈറ്റ്നസ് ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് കൂട്ടാൻ, അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് കുറയ്ക്കാൻ, നോയ്സ് റിമൂവൽ ചെയ്യാം. അങ്ങനത്തുള്ള ഫംഗ്ഷനൊക്കെ ആരെ ചെയ്യുക? ഇമേജ് എൻഹാൻസ്മെന്റ് ആണ് ചെയ്യുക. അപ്പോൾ ഇമേജ് എൻഹാൻസ്മെന്റ് എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ ദ പ്രോസസ് ഓഫ് അഡ്ജസ്റ്റിംഗ് ദ ഡിജിറ്റൽ ഇമേജ് സോ ദാറ്റ് ദ റിസൾട്ട്സ് ആർ മോർ സ്യൂട്ടബിൾ ഫോർ ഡിസ്പ്ലേ യൂസ്ഡ് ഫോർ ഫർദർ അനാലിസിസ്. That is, example is the sharpening of image, brightness, the contrast adjustment and the removal of the noise. അപ്പോൾ ഇമേജ് എൻഹാൻസ്മെന്റ് എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. The next is that
പിന്നെ ഇമേജ് എൻഹാൻസ്മെന്റിൽ ഒരു പോയിന്റും കൂടെ പറയാം. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് മോഡിഫൈയിങ് ദ ഇമേജ് സോ ആസ് ടു മേക്ക് ദ വിസിബിലിറ്റി സബ്ജക്റ്റീവ് ഇൻ നേച്ചർ. അതായത് സബ്ജക്റ്റീവ് ഇൻ നേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഓരോ പേഴ്സൺസിനും ഓരോ തരത്തിലായിരിക്കും കാണുണ്ടാവുക അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, എൻഹാൻസ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ അഡ്ജസ്റ്റിംഗ് ദ ഇമേജ്, ദാറ്റ് ഈസ് മോഡിഫൈയിങ് ആൻ ഇമേജ് സോ ടു മേക്ക് ദ വിസിബിലിറ്റി സബ്ജക്റ്റീവ് ഇൻ നേച്ചർ. വിസിബിലിറ്റി സബ്ജക്റ്റീവ് ഇൻ നേച്ചർ. അപ്പൊ 3 പോയിന്റ്സ് ആണ് ഇമേജ് എൻഹാൻസ്മെന്റിൽ വരുന്നത്. നെക്സ്റ്റ് ഇസ് ദ ഇമേജ് റിസ്റ്റോറേഷൻ. ഇമേജ് റിസ്റ്റോറേഷൻ എന്ന് പറഞ്ഞാൽ ദ പ്രോസസ് ഓഫ് റീകവറിങ് ആൻ ഇമേജ് ദാറ്റ് ഈസ് ഡീഗ്രേഡഡ്. ഏതെങ്കിലും ഇമേജ് ഡീഗ്രേഡ് ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ ആ ഇമേജിനെ റീകവർ ചെയ്യാൻ കംപ്ലീറ്റ്ലി ഒബ്ജക്റ്റീവ് ഇൻ നേച്ചർ, അതായത് നമുക്ക് ഏതാണ് ഇമേജ് വേണ്ടത് അതിൽ എന്തെങ്കിലും ലോസ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഡീഗ്രേഡ് ചെയ്ത് പോയ ഇമേജിനെ റീകൺസ്ട്രക്ട് ചെയ്യുക അല്ലെങ്കിൽ റിക്കവർ ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഇമേജ് റിസ്റ്റോറേഷൻ എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് റീകവറിങ് ആൻ ഇമേജ് ദാറ്റ് ഈസ് ഡീഗ്രേഡഡ്, ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഒബ്ജക്റ്റീവ് ഇൻ നേച്ചർ. Next one is the color image processing. The color imaging processing where the processing of the color image. നമ്മുടെ എവിടെയാണോ നമ്മുടെ കളർ ഇമേജിങ്ങിന്റെ പ്രോസസ്സിംഗ് നടക്കുന്നത് അതാണ് കളർ ഇമേജ് പ്രോസസ്സിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ബേസിക് കളേഴ്സ് ആയിരിക്കും കളർ ഇമേജ് പ്രോസസ്സിംഗിന് യൂസ് ചെയ്യുക. ദാറ്റ് ഈസ് RGB കളർ ഓർ ദ ഇൻഡെക്സ് കളർ. അപ്പോൾ വേർ ദ പ്രോസസ്സിംഗ് ഓഫ് കളർ ഇമേജ് ഇസ് ഡൺ, എവിടെയാണോ പ്രോസസ്സിംഗ് ഓഫ് ദ കളർ ഇമേജ് ഇസ് ഡൺ ആൻഡ് ദ പ്രോസസ്സിംഗ് ഓഫ് RGB കളർ. ഇനി അടുത്തത് വരുന്നത് വേവ്ലെറ്റ്സ് ആണ്. അതായത് സ്മോൾ വേവ്സ് ഓഫ് ലിമിറ്റഡ് ഡ്യൂറേഷൻ വിച്ച് ആർ യൂസ് ടു കാൽക്കുലേറ്റ് ദ വേവ്ലെറ്റ് ട്രാൻസ്ഫോം വിച്ച് പ്രൊവൈഡ് ദ ടൈം ഫ്രീക്വൻസി ഇൻഫോ ഓഫ് ദ ഇമേജ്. അതായത് നമ്മൾ വന്ന ഇമേജിനെ പ്രോസസ്സ് ചെയ്യുക അല്ലെ, എങ്ങനെ പ്രോസസ്സ് ചെയ്യുക, ടൈം ഫ്രീക്വൻസി ഒക്കെ പ്രോസസ്സ് ചെയ്തിട്ട് നമ്മൾ ആ ഇമേജിൽ നിന്നുള്ള ഇൻഫോനെ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത്, വേവ്ലെറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലീഡ്സ് ടു മൾട്ടി റെസൊല്യൂഷൻ പ്രോസസ്സിംഗ് ഇൻ വിച്ച് ഇമേജ് റെപ്രസെൻറ്റഡ് ആസ് എ വേരിയസ് ഡിഗ്രി ഓഫ് റെസൊല്യൂഷൻ. അപ്പോൾ പക്ഷേ ഇതിലൊരു ഇതെന്താണെന്ന് വെച്ചാൽ ലീഡ്സ് ടു മൾട്ടി റെസൊല്യൂഷൻ പ്രോസസ്സിംഗ്. മൾട്ടി റെസൊല്യൂഷൻ ഒക്കെ നടത്തുന്നത് ഇവിടെ ആയിരിക്കും, റെപ്രസെൻറ്റഡ് ആസ് ദ വേരിയസ് ഡിഗ്രി ഓഫ് റെസൊല്യൂഷൻ. വേരിയസ് ഡിഗ്രി മൾട്ടി റെസൊല്യൂഷൻ ഒക്കെ നടക്കുന്നത് എവിടെയാണ്, ഈ വേവ്ലെറ്റിലാണ്. അപ്പം വേവ്ലെറ്റ് എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ എന്താ പറയേണ്ടത് വെച്ചാൽ സ്മോൾ വേവ്സ് ഓഫ് ലിമിറ്റഡ് ഡ്യൂറേഷൻ. നമ്മൾ യൂസ് ചെയ്യണത് എന്താണ്, വേവ് ആണ് അല്ലേ. അപ്പൊ സ്മോൾ വേവ് ആണ് യൂസ് ചെയ്യണത് ഓഫ് ലിമിറ്റഡ് ഡ്യൂറേഷൻ, അതായത് ഡ്യൂറേഷൻ വളരെ കുറവായിരിക്കും. അപ്പൊ സ്മോൾ വേവ്സ് ഓഫ് ലിമിറ്റഡ് ഡ്യൂറേഷൻ വിച്ച് ആർ യൂസ് ടു കാൽക്കുലേറ്റ്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ സ്മോൾ വേവ് ഓഫ് ലിമിറ്റഡ് ഡ്യൂറേഷൻ യൂസ് ചെയ്യണത്, കാൽക്കുലേറ്റ് ചെയ്യണം. എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം, വേവ്ലെറ്റ് ട്രാൻസ്ഫോം. വേവ്ലെറ്റ് ട്രാൻസ്ഫോം കാൽക്കുലേറ്റ് ചെയ്യണം. ആ വേവ്ലെറ്റ് ട്രാൻസ്ഫോം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, വിച്ച് പ്രൊവൈഡ് ദ ടൈം ഫ്രീക്വൻസി ഇൻഫോ ഓഫ് ദ ഇമേജ്. ഇമേജിലുള്ള ടൈമിന്റെയും ഫ്രീക്വൻസിന്റെയും ഇൻഫോർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് നടത്തുന്നത്, വേവ്ലെറ്റ് ട്രാൻസ്ഫോം നടത്തുന്നത്. അപ്പൊ നമ്മൾ എന്ത് പറയണം, വേവ്ലെറ്റ്സ് എന്ന് പറഞ്ഞാൽ ദ സ്മോൾ വേവ്സ് ഓഫ് ലിമിറ്റഡ് ഡ്യൂറേഷൻ വിച്ച് ആർ യൂസ്ഡ് ടു കാൽക്കുലേറ്റ് വേവ്ലെറ്റ് ട്രാൻസ്ഫോം വിച്ച് പ്രൊവൈഡ് ദ ടൈം ഫ്രീക്വൻസി ഇൻഫോ ഓഫ് ദ ഇമേജ്. നമുക്ക് പറയാം ദിസ് ലീഡ്സ് ടു എന്ത് ലീഡ് ചെയ്യത്, മൾട്ടി റെസൊല്യൂഷൻ പ്രോസസ്സിങ്ങിന് ലീഡ് ചെയ്യും. വിച്ച് ദ ഇമേജ് ഇസ് റെപ്രസെന്റ്. മൾട്ടി റെസൊല്യൂഷൻ എന്ന് പറഞ്ഞു വെച്ചാൽ എന്താണ്, ഇമേജ് ഇസ് റെപ്രസെന്റഡ് ആസ് വേരിയസ് ഡിഗ്രി ഓഫ് റെസൊല്യൂഷൻ ആയിരിക്കും. ഇനി അടുത്ത് നമുക്ക് അറിയുന്നതാണ് എന്താണ് കംപ്രഷൻ. കംപ്രഷൻ എന്ന് പറഞ്ഞാൽ ഡീൽസ് വിത്ത് ദ ടെക്നിക് റെഡ്യൂസിങ് ദ സ്റ്റോറേജ് ഓഫ് സ്പേസ് അല്ലെ. അപ്പൊ നമുക്ക് വലിയ ഇമേജ് ഒന്നും സ്റ്റോർ ചെയ്യാൻ ഒരുപാട് സ്ഥലം വേണം. അപ്പൊ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യണത്, കംപ്രഷൻ ടെക്നിക്ക് യൂസ് ചെയ്യണത്. അപ്പൊ കംപ്രഷൻ ടെക്നിക്ക് എന്താണ് ഡീൽ ചെയ്യണത്, റെഡ്യൂസിങ് ദ സ്റ്റോറേജ് സ്പേസ്. സ്റ്റോറേജ് സ്പേസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഫസ്റ്റ് പോയിന്റ് ഡീൽസ് വിത്ത് ദ ടെക്നിക് ഓഫ് റെഡ്യൂസിങ് ദ സ്റ്റോറേജ് സ്പേസ് ആണ്. റിക്വയർഡ് ടു സേവ് ദ ഇമേജ് ഇഫ് ദ സൈസ് ഓഫ് ദ ഇമേജ് ലാർജ് ആണെങ്കിൽ നമുക്ക് എന്ത് വേണം, ലാർജ് ബാൻഡ് വിഡ്ത്ത് വേണം. അപ്പൊ ആ ബാൻഡ് വിഡ്ത്ത് കുറയ്ക്കാൻ, റെഡ്യൂസിങ് ദ ബാൻഡ് വിഡ്ത്ത് നമ്മൾ ഏത് ടെക്നിക്സ് യൂസ് ചെയ്യുന്നു, കംപ്രഷൻ ടെക്നിക്സ് യൂസ് ചെയ്യുന്നു. അപ്പോൾ ഡീൽസ് വിത്ത് ദ ടെക്നിക് റെഡ്യൂസിങ് ദ സ്റ്റോറേജ് സ്പേസ് കുറയ്ക്കാനും, റെഡ്യൂസ് ടു ഇമേജ് സൈസ്, റിക്വയർഡ് ടു സേവ് ദ ഇമേജ്. Required to save the image if the size of the image is large bandwidth to the display image, compression to the reduced bandwidth ലേക്ക് കൊണ്ടുവരാം. അപ്പൊ രണ്ട് കാര്യങ്ങൾ, സ്റ്റോറേജ് സ്പേസും ബാൻഡ്വിഡ്ത്തും. അടുത്തത് മോർഫോളജിക്കൽ പ്രോസസ്. അതായത് നമ്മുടെ ഇമേജിലുള്ള കമ്പോണൻസിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാനാണ് നമ്മൾ ഏത് യൂസ് ചെയ്യണത്, മോർഫോളജിക്കൽ പ്രോസസ് യൂസ് ചെയ്യണത്. ദാറ്റ് ഈസ് ദ ഡീൽസ് വിത്ത് ദ എക്സ്ട്രാക്ടിങ് ദ ഇമേജ് കോമ്പോണൻസ്. ഇമേജ് കോമ്പോണൻസിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാനാണ് യൂസ് ചെയ്യണത്. അതായത് നമുക്ക് ഏത് ഷേപ്പാണ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ ദാറ്റ് ആർ യൂസ്ഫുൾ ഇൻ റെപ്രസെൻറ്റേഷൻ ആൻഡ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ഷേപ്പ്. നമ്മുടെ ഷേപ്പ് ഏതാണെന്ന്, അതായത് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക, ഏത് ഷേപ്പിലുള്ള ഇമേജാണ് എന്താണെന്നൊക്കെ ഉള്ളത് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് മോർഫോളജിക്കൽ പ്രോസസ്. ദാറ്റ് ആർ യൂസ്ഫുൾ ഇൻ റെപ്രസെൻറ്റേഷൻ ആൻഡ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ഷേപ്പ്. യൂസ്ഫുൾ ഇൻ റെപ്രസെൻറ്റേഷൻ ആൻഡ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ
ഷേപ്പായിരിക്കും. ഓക്കെ, പിന്നെ അടുത്തത് വരുന്നത് സെഗ്മെന്റേഷൻ. നമുക്കറിയാം എന്താ സെഗ്മെന്റേഷൻ, പാർട്ടീഷനിങ് അല്ലേ. ഒരു ഇമേജ് ഉണ്ടെങ്കിൽ അതിനെ മൾട്ടിപ്പിൾ സെഗ്മെന്റ് ആയിട്ട് മാറ്റുക അല്ലേ. അതായത് നമ്മുടെ ബൗണ്ടറിയുടെ അകത്തുള്ള ഇമേജിനെ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ തരുന്ന ഇമേജിനെ എന്താക്കും, മൾട്ടിപ്പിൾ സെഗ്മെന്റ് ആക്കി മാറ്റും. ഇനി റെപ്രസെന്റേഷൻ ആൻഡ് ഡിസ്ക്രിപ്ഷൻ. എന്ത് റെപ്രസെന്റേഷൻ ആൻഡ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ കൺവേർട്ടിംഗ് ഡാറ്റ ഇൻ ടു സ്യൂട്ടബിൾ ഫോം ഓഫ് കമ്പ്യൂട്ടർ പ്രോസസ്സിംഗ്. അതായത് നമ്മുടെ കമ്പ്യൂട്ടറിന് പ്രോസസ്സ് ചെയ്യാനുള്ള ഫോമിലേക്ക് ആക്കാനാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത്, റെപ്രസെന്റേഷൻ ആൻഡ് ഡിസ്ക്രിപ്ഷൻ. അതായത് കൺവേർട്ടിംഗ് ദ ഡാറ്റ, അതായത് കൺവേർട്ടിംഗ് ദ ഡാറ്റ ഓർ ഇമേജ് ഇൻ ടു എ സ്യൂട്ടബിൾ ഫോം ഓഫ് കമ്പ്യൂട്ടർ പ്രോസസ്സിംഗ്. കമ്പ്യൂട്ടർ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫോമിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, റെപ്രസെന്റേഷൻ ആൻഡ് ഡിസ്ക്രിപ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ 2 ടൈപ്പ് ഓഫ് റെപ്രസെന്റേഷൻ ഉണ്ട്. ഒന്ന് ബൗണ്ടറി റെപ്രസെന്റേഷനും പിന്നെ ഒരെണ്ണം റീജിയണൽ റെപ്രസെന്റേഷനും. അപ്പൊ ബൗണ്ടറി റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞു വെച്ചാൽ വെൻ ദ ഫോക്കസ് ഈസ് ഇൻ എക്സ്റ്റേണൽ ഷേപ്പ്, അതായത് കോർണർ അങ്ങനെ എക്സ്റ്റേണൽ ഷേപ്പിലാണ് നമുക്ക് വേണ്ടതെങ്കിൽ അതിനെയാണ് നമ്മൾ ബൗണ്ടറി എന്ന് വിളിക്കുക. വെൻ ദ ഫോക്കസ് ഈസ് ഇൻ എക്സ്റ്റേണൽ ഷേപ്പ്. റീജിയൻ എന്ന് പറഞ്ഞാൽ ഫോക്കസ് ഈസ് ഓൺ ദ ഇന്റേണൽ പ്രോപ്പർട്ടി, ടെക്സ്ചർ. നമ്മൾ ടെക്സ്ചർ ഓഫ് ദി ഇമേജ് നോക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ദ റീജിയനും, നമ്മൾ പ്രോപ്പർട്ടിയുടെ കോർണർ, ബൗണ്ടറി അങ്ങനത്തെ ഒക്കെ നോക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഓൺ ദ ബൗണ്ടറി അല്ലെങ്കിൽ കോർണർ അങ്ങനത്തെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ എക്സ്റ്റേണൽ ഷേപ്പിലേക്ക് ഫോക്കസ് ചെയ്യണമെങ്കിൽ അത് ബൗണ്ടറി, ടെക്സ്ചറിലേക്ക് ഫോക്കസ് ചെയ്യണമെങ്കിൽ അതെന്താണ്, റീജിയണൽ ആണ്. ഇനി ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞതെന്ന് വെച്ചാലാണ് റിസൾട്ട് ഇൻ ദ ക്വാളിറ്റി ഇൻഫോ ഡിഫറൻഷിയേറ്റിംഗ് വൺ ക്ലാസ് ഓഫ് ഒബ്ജക്ട് ഫ്രം അതർ ക്ലാസ് ഓഫ് ഒബ്ജക്ട്. അതായത് നമ്മുടെ ഇമേജിലുള്ള നമുക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റിനെ ബാക്കിയുള്ള ഒബ്ജക്റ്റിൽ നിന്നും വേർതിരിച്ചെടുക്കുക. അതാണ് ഡിസ്ക്രിപ്ഷൻ. എക്സ്ട്രാക്ടിങ് ദ ആട്രിബ്യൂട്ട്സ് എന്നാണ് അതിനെ പറയാം. ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എക്സ്ട്രാക്ടിങ് ആട്രിബ്യൂട്ട്സ്. അതൊന്നുമല്ല, റിസൾട്ട്സ് ഇൻ ക്വാണ്ടിറ്റി ഇൻഫോ ഡിഫറൻഷിയേറ്റിംഗ് വൺ ക്ലാസ് ഓഫ് ഒബ്ജക്ട് ഫ്രം അതർ ക്ലാസ് ഓഫ് ഒബ്ജക്ട്. അതായത് നമ്മൾ ഒരു ക്വാണ്ടിറ്റി ഓഫ് ഇൻഫോ ആ ഇമേജിൽ നിന്ന് എടുക്കുക. കുറേ ക്ലാസ് ഓഫ് ഒബ്ജക്റ്റ് ഉണ്ടാവുന്നു, അതൊന്ന് ഒരെണ്ണം മാത്രം സെലക്ട് ചെയ്ത് എടുക്കാൻ വേണ്ടി. അതായത് എക്സ്ട്രാക്ടിംഗ് ദ ആട്രിബ്യൂട്ട്സ്, ദാറ്റ് ഈസ് റിസൾട്ട് ഇൻ ദ ക്വാണ്ടിറ്റി ഇൻഫോ ഡിഫറൻഷിയേറ്റിംഗ് വൺ ക്ലാസ് ഓഫ് ഒബ്ജക്ട് ഫ്രം അതർ ക്ലാസ് ഓഫ് ഒബ്ജക്റ്റ് ആയിരിക്കും. ഇനി അടുത്തത് എന്താണ്, ഒബ്ജക്ട് റെക്കഗ്നേഷൻ അല്ലേ. എന്ത് ഈ ഒബ്ജക്ട് റെക്കഗ്നേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കുള്ള ഏതാണോ ഒബ്ജക്റ്റ് വേണ്ടത് അതിനെ റെക്കഗ്നൈസ് ചെയ്തത്. അതായത് പ്രോസസ് ഓഫ് അസൈൻ എ ലേബിൾ ടു എൻ ഒബ്ജക്റ്റ് ഇൻ ആൻ ഇമേജ്. നമുക്ക് വേണ്ട ഒബ്ജക്റ്റിനെ ഒരു ലേബിൾ കൊടുത്ത് അസൈൻ ചെയ്ത് എടുക്കുക. ഇത് ഇമേജ്, അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഇമേജ് ഉണ്ട്, അതിലൊരു കാറാണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കാർ മാത്രം എന്ത് ചെയ്യും, ആ ലേബിൾ കൊടുത്ത് എടുക്കുക അല്ലേ. അതിനെയാണ് പ്രോസസ്സിങ് അസൈൻ എ ലേബിൾ ടു എൻ ഒബ്ജക്റ്റ് ഇൻ ആൻ ഇമേജ് ആണ്. ഇനി ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ പറയാം. നമ്മളൊരു ഒബ്ജക്റ്റ്, ഒരു ഇമേജിൽ നിന്ന് കാറിന് എടുക്കുന്ന ഒരു കാര്യം, ദ പ്രോസസ് ഐഡന്റിഫൈ കാർ ഇസ് പ്രസന്റ് ഇൻ ആൻ ഇമേജ് അല്ലെ. ഐഡന്റിഫൈങ് എ കാർ ദാറ്റ് ഈസ് പ്രസന്റ് ഇൻ ആൻ ഇമേജ്. അതായത് ഒബ്ജക്റ്റിനെ തിരഞ്ഞെടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഒബ്ജക്ട് റെക്കഗ്നേഷൻ എന്ന് വിളിക്കുന്നത്. ഇനി എല്ലാം കൂടെ കണക്ട് ചെയ്തിരിക്കുന്ന എങ്ങോട്ടേക്കാണ്, നോളേജ് ബേസിലേക്കാണ് അല്ലേ. അപ്പോൾ അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡൊമൈൻ കോഡഡ്, പ്രോബ്ലം ഡൊമൈൻ കോഡഡ്. All the info related to the processing of image is present in the എല്ലാ സാധനങ്ങളും, അതായത് എല്ലാ എലമെന്റ്സും പ്രോസസ് ചെയ്യുന്നത്, all the info related to the processing an image is present in the knowledge ബേസിലാണ് എല്ലാം കൂടെ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അതാണ് നമ്മുടെ പ്രോബ്ലം ഡൊമൈൻ കോഡഡ് എന്ന് വിളിക്കുന്നത്. നമ്മുടെ പ്രോബ്ലം ഡൊമൈൻ കോഡഡ് അല്ലെ, അതും എല്ലാ സാധനങ്ങളും, ഓൾ ദ ഇൻഫോ റിലേറ്റഡ് ടു ദ ഇമേജ് ഈസ് പ്രസന്റ് ഇൻ ദ നോളേജ് ബേസ്. എല്ലാ ഇമേജ് പ്രോസസ്സിന്റെ എല്ലാ ഇതും എങ്ങോട്ടേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, നോളേജ് ബേസിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, നമ്മുടെ ഇമേജ് അക്വിസിഷൻ കണ്ടോ, ഇമേജ് അക്വിസിഷൻ തൊട്ടിട്ട് മോർഫോളജിക്കൽ വരെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇമേജ് ആയിരിക്കും. ഓക്കെ, ഇമേജ് അക്വിസിഷൻ തൊട്ടിട്ട് മോർഫോളജിക്കൽ പ്രോസസ് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് എന്തായിരിക്കും, ഇമേജസ് ആയിരിക്കും. മോർഫോളജിക്കൽ ഔട്ട്പുട്ട് തൊട്ടിട്ട് നമ്മുടെ ഒബ്ജക്ട് റെക്കഗ്നേഷൻ വരെ എന്തായിരിക്കും, ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ആട്രിബ്യൂട്ട്സ് ആയിരിക്കും. ഓക്കെ, ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, നമ്മുടെ ഒരു ഫീച്ചർ അല്ലെങ്കിൽ ആ ഒരു ഇൻഫോർമേഷൻ അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് പ്രോസസ്സ് ചെയ്ത് വന്ന ഇൻഹറന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്, അതിനൊക്കെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ആട്രിബ്യൂട്ട്സ്. അപ്പോൾ ഇമേജ് പ്രോസസ്സ് ചെയ്ത് വരുന്ന ആ ഒരു ഇൻഫോർമേഷൻ ആയിരിക്കും നമുക്ക് എവിടെ നിന്ന് കിട്ടുക, മോർഫോളജിക്കൽ തൊട്ടിട്ട് ഒബ്ജക്റ്റ് വരെ കിട്ടുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്തിലുള്ളത്, ഇത് നമ്മുടെ ഫണ്ടമെന്റൽ സ്റ്റെപ്സ് അല്ലെങ്കിൽ കോമ്പോണൻസിലുള്ളത്. ഓക്കെ,
അപ്പം നമ്മൾ ഇത്ര നേരം നോക്കിയത് എന്താണ് ഇമേജ് പ്രോസസ്സിങ്ങിൻ്റെ സ്റ്റെപ്സ് എന്നാണ് നോക്കിയത്. ദ സ്റ്റെപ്സ് ഇൻ ഇമേജ് പ്രോസസ്സിംഗ് ആണ് നമ്മൾ നോക്കിയത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഇമേജ് പ്രോസസ്സിങ്ങിലുള്ള കമ്പോണൻസ് ഓർ എലമെന്റ്സ് ഇൻ എൻ ഇമേജ് പ്രോസസ്സിംഗ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഈ ഫിഗർ വെച്ചിട്ട് തന്നെ പറയാം, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ കമ്പോണൻസിൽ ആദ്യം വരുന്നത് നിങ്ങൾ താഴെ നോക്കുക, പ്രോബ്ലം ഡൊമൈൻ. കണ്ടോ? അപ്പോൾ പ്രോബ്ലം ഡൊമൈൻ എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ ഒരുപാടുണ്ടാവും അല്ലെ. നമുക്കിപ്പോൾ ഒരു ഇമേജ് തന്നിട്ട് അതിൽ നിന്ന് ഒരു ഹ്യൂമൻ ഫേസ് ആണ് റെക്കഗ്നൈസ് ചെയ്യാൻ പറയാ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇമേജ് തന്നിട്ട് അതിന് ഒരു കാർ ആയിരിക്കും റെക്കഗ്നൈസ് ചെയ്യാൻ പറയാം. അതായത് ക്യാൻ ബി ഇൻ വേരിയസ് ഫോം അല്ലെ. ഒരു പിക്ചർ തന്നിട്ട് അതിൽ നിന്ന് എന്താണോ നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറയണത്, അതാണ് നമ്മുടെ ഒരു പ്രോബ്ലം ഡൊമൈൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ ക്യാൻ ബി ഇൻ വേരിയസ് ഫോം. പറയാ പ്രോബ്ലം ഡൊമൈൻ ക്യാൻ ബി ഇൻ വേരിയസ് ഫോം. എക്സാമ്പിൾ പറയുന്നത് വെച്ചാൽ ടു ഡിറ്റക്ട് എ ഹ്യൂമൻ ഫേസ് ഇൻ എ ഗിവൺ ഇമേജ് ഓർ ടു ഡിറ്റക്ട് എ കാർ ഇൻ എ ഗിവൺ ഇമേജ്. അങ്ങനെ പലതരം പ്രോബ്ലംസ് നമ്മൾ എന്താണോ സെൻസ് ചെയ്യേണ്ടത് ദാറ്റ് ഇസ് കോൾഡ് ആസ് എ പ്രോബ്ലം ഡൊമൈൻ എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ പോണത് ഇമേജ് സെൻസറിലേക്കാണ് പോണത്. നമുക്കറിയാം സെൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഇമേജ് ക്യാപ്ചർ ചെയ്യാൻ എടുക്കുന്ന ഇതാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഇമേജ് സെൻസർ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇമേജ് ഈസ് ക്യാപ്ചേർഡ് ബൈ ദ സെൻസർ. എക്സാമ്പിൾ എന്താണ്, ഒരു ഡിജിറ്റൽ ക്യാമറ. അപ്പോൾ വൺസ് ദ ഇമേജ് ക്യാപ്ചർ ചെയ്താൽ അതെന്താക്കും എന്ന് പറഞ്ഞു, നമ്മൾ ഡിജിറ്റലൈസ്ഡ് ആവും എന്ന് പറഞ്ഞു അല്ലെ. ഇഫ് ദ ഔട്ട്പുട്ട് ഓഫ് ദ അതായത് നമുക്ക് വന്ന സെൻസറിന് കിട്ടിയത് ഡിജിറ്റൽ അല്ലെങ്കിൽ ഇറ്റ് വിൽ കൺവേർട്ട് ഇറ്റ് ആസ് എ ഡിജിറ്റലായി എന്ന് പറഞ്ഞു അല്ലെ. അപ്പോൾ ഹെൻസ് ടു ക്യാപ്ചർ ആൻ ഇമേജ് നമുക്ക് രണ്ട് സാധനങ്ങളാണ് വേണ്ടത്. ഒന്ന് ഫിസിക്കൽ ഡിവൈസും പിന്നെ ഒന്ന് ഡിജിറ്റൈസറും. ഒന്ന് ഫിസിക്കൽ ഡിവൈസും പിന്നെ ഒരെണ്ണം വേണ്ടത് ഡിജിറ്റൈസ്ഡ് ആണ് വരുന്നത്. അപ്പോൾ ഇമേജ് സെൻസർ എന്ന് പറഞ്ഞാൽ പറയാം, ഇമേജ് ഈസ് ക്യാപ്ചർഡ് ബൈ ദ സെൻസർ. എക്സാമ്പിൾ ഡിജിറ്റൽ ക്യാമറ. വൺസ് ദ ഇമേജ് ഈസ് ക്യാപ്ചർഡ് ദ ഡിജിറ്റലൈസ്ഡ് ഇഫ് ദ ഔട്ട്പുട്ട് ഓഫ് ദ സെൻസർ ഈസ് നോട്ട് ഇൻ ദ ഡിജിറ്റൽ ഫോം. Once the image is captured, it gets digitalized if the output of the sensor is not in digital form. Hence, to capture an image, we need physical device and a digitizer. അപ്പോൾ ഫിസിക്കൽ ഡിവൈസ് എന്ന് പറഞ്ഞു വെച്ചാൽ ഇറ്റ് ഈസ് സെൻസിറ്റീവ് ടു ആൻ എനർജി റേഡിയേറ്റഡ് ബൈ ദ ഒബ്ജക്ട് വിഷ് ടു ഇമേജ്. നമ്മൾ ഏത് ഇമേജ് ആണോ ഫോട്ടോ എടുക്കുന്നത് അതിന് സെൻസിറ്റീവ് ആയിരിക്കും. അതിൽ നിന്ന് വരുന്ന എനർജി റേഡിയേറ്റഡിന് ആര് സെൻസിറ്റീവ് ആയിരിക്കും, നമ്മുടെ ഈ ഫിസിക്കൽ ഡിവൈസ് സെൻസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഫിസിക്കൽ ഡിവൈസ് പറയുമ്പോൾ പറയാം ഇറ്റ് ഈസ് സെൻസിറ്റീവ് ടു ദ എനർജി റേഡിയേറ്റഡ് ബൈ ദ ഒബ്ജക്ട് വിഷ് ടു ഇമേജ്. നമ്മൾ ഏത് ഇമേജ് ആണോ എടുക്കാൻ ആഗ്രഹിക്കുന്നത് അതിൽ നിന്ന് വരുന്ന എനർജി റേഡിയേറ്റഡിന് സെൻസിറ്റീവ് ആയിരിക്കും. ഡിജിറ്റൈസർ എന്ന് പറഞ്ഞു വെച്ചാൽ ഇറ്റ് കൺവേർട്ട് ദ ഔട്ട്പുട്ട് ഓഫ് ദ ഫിസിക്കൽ സെൻസിങ് ഡിവൈഡ് ഇൻ ടു ദ ഡിജിറ്റൽ ഫോം അല്ലെ. അപ്പൊ ആദ്യം നമ്മൾ ഫിസിക്കൽ ഡിവൈസ് വെച്ചിട്ട് അത് ക്യാപ്ചർ ചെയ്യുന്നു. ആ ക്യാപ്ചർ ചെയ്ത സാധനം നമുക്ക് എന്താക്കി മാറ്റണം, ഡിജിറ്റലാക്കി മാറ്റണം. അതിനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഡിജിറ്റൈസർ യൂസ് ചെയ്യുന്നത്. അപ്പൊ കൺവേർട്ട് ദ ഔട്ട്പുട്ട് ഓഫ് ദ ഫിസിക്കൽ സെൻസർ ഡിവൈസ് ഇൻ ടു ദ ഡിജിറ്റൽ ഫോമിലേക്ക് മാറ്റും. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. അപ്പൊ നമ്മൾ ആദ്യം എന്ത് പറഞ്ഞു, പ്രോബ്ലം ഡൊമൈൻ എന്താന്ന് പറഞ്ഞു, ഇമേജ് സെൻസർ എന്താന്ന് പറഞ്ഞു. ഇനി അടുത്തത് നേരെ പോണത് ഹാർഡ്വെയറിലേക്കാണ്. കണ്ടോ, നേരെ പോണത് ഹാർഡ്വെയർ ആണ്. അപ്പൊ ഡിജിറ്റൈസർ പ്ലസ് ഹാർഡ്വെയർ ആണ് പെർഫോംസ് ഓപ്പറേഷൻ ലൈക്ക്. അപ്പൊ നമ്മുടെ ഈ ഡിജിറ്റൈസറും ഈ ഹാർഡ്വെയറും കൂടെയാണ് നമ്മുടെ ഒരു ALU ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നത്. അപ്പൊ ALU പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, അരിത്തമാറ്റിക് ലോജിക് യൂണിറ്റ്. അപ്പൊ ഹാർഡ്വെയർ എന്ന് പറഞ്ഞെന്ന് വെച്ചാൽ ആരൊക്കെ തമ്മിലാണ്, ഈ ഡിജിറ്റൈസറും ഹാർഡ്വെയറും കൂടിയിട്ടാണ് എന്ത് ഫംഗ്ഷൻ ആയിട്ട് ആക്ട് ചെയ്യുന്നത്, ALU ആയിട്ട് ആക്ട് ചെയ്യുന്നത്. വാട്ട് ഈസ് മീൻ ബൈ ALU? അരിത്തമാറ്റിക് ലോജിക് യൂണിറ്റ് വിച്ച് ഫംഗ്ഷൻസ് ഓൾ ദ അരിത്തമാറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ് ഇൻ ആൻ ഇമേജ് ആണ്. അപ്പോൾ ഈ ALU ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നോയ്സ് റിഡക്ഷൻ ചെയ്യാം. അപ്പം നമ്മൾ ഇമേജ് ഡിജിറ്റൈസ്ഡ് ആക്കുമ്പോൾ അവിടെ എന്തുണ്ടാവും, നോയ്സ് പ്രസന്റ് ആവും. ആ നോയ്സ് റിഡക്ഷന് നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ALU യൂസ് ചെയ്യാം. അപ്പൊ ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ഫ്രണ്ട് എൻഡ് സിസ്റ്റം ആയിരിക്കും. അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും എന്ത് നടക്കുന്നുണ്ടാവുക, നമ്മുടെ ഇമേജ് പ്രോസസ്സിങ് നടക്കുന്നുണ്ടാവുക. അതിന്റെ സ്പീഡിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അനുസരിച്ചിട്ടായിരിക്കും എന്ത് നടക്കുന്നുണ്ടാവുക, നമ്മുടെ ഇമേജ് പ്രോസസ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ഹാർഡ്വെയർ എന്ന് പറഞ്ഞെന്ന് വെച്ചാൽ എന്താണ്, സംടൈംസ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് എൻ ഫ്രണ്ട് എൻഡ് സിസ്റ്റം ആൻഡ് ഇറ്റ് ഈസ് characterized by its speed in which image is processed.
അല്ലേ? ഇനി നേരെ എങ്ങോട്ടേക്കാണ് പോകുന്നത്? കമ്പ്യൂട്ടറിലേക്കാണ് പോകുന്നത്. കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഒന്നില്ലെങ്കിൽ ജനറൽ പർപ്പസ് കമ്പ്യൂട്ടർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സൂപ്പർ കമ്പ്യൂട്ടർ യൂസ് ചെയ്യാം. അപ്പൊ ജനറൽ പർപ്പസ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ പേഴ്സണലായിട്ട് എന്തെങ്കിലും ഒരു ഇമേജ് ചെറിയ ഒരു കാര്യത്തിന് വേണ്ടി ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ജനറൽ പർപ്പസ് കമ്പ്യൂട്ടർ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യാം. അതായത് നമ്മൾ സയന്റിഫിക് റിസർച്ച് പർപ്പസ്, അങ്ങനത്തെ പർപ്പസിനൊക്കെ നമുക്ക് ഏത് യൂസ് ചെയ്യാം? സയന്റിഫിക് റിസർച്ച് പർപ്പസിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം, സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യാം. അപ്പോൾ സം ആപ്ലിക്കേഷൻസ് ആർ സ്പെഷ്യലി ഡിസൈൻഡ്. അപ്പം നമുക്ക് എന്ത് ആപ്ലിക്കേഷൻ ആണോ അതിനനുസരിച്ചിട്ടായിരിക്കും അത് എന്ത് ചെയ്തിട്ടുണ്ടാവുക? ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക. ഇനി നമുക്കിതിൽ വേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സോഫ്റ്റ്വെയർ ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ കൺസിസ്റ്റ് ഓഫ് എ സ്പെഷ്യലൈസ്ഡ് മോഡിഫുൾ പെർഫോമൻസ്, അത് നമുക്ക് കുറച്ച് നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പ്യൂട്ടറിൽ എന്തുണ്ടാവും? നമുക്കൊരു സൂപ്പർ കമ്പ്യൂട്ടർ പറഞ്ഞു, പിന്നെ അതിൽ കൂടാതെ അതിലുള്ളതാണ് സോഫ്റ്റ്വെയർ. സോഫ്റ്റ്വെയറിൽ എന്തുണ്ടാവും? സ്പെഷ്യലൈസ്ഡ് മൊഡ്യൂൾസ് പെർഫോമിങ് സ്പെസിഫൈഡ് ടാസ്ക്. അപ്പോൾ കുറച്ച് മൊഡ്യൂൾസ് ഉണ്ടാവും അല്ലേ? സോഫ്റ്റ്വെയർ പറഞ്ഞാൽ അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ കൺസിസ്റ്റ് ഓഫ് എ സ്പെഷ്യലൈസ്ഡ് മൊഡ്യൂൾസ് പെർഫോമിങ് സ്പെഷ്യലൈസ്ഡ് ടാസ്ക് ആയിരിക്കും. പിന്നെ നമുക്കറിയാം കോഡ്സും പ്രോഗ്രാമൊക്കെ സ്റ്റോർ ചെയ്യുന്നതും എന്ത് ഫോമിലാണ്? സോഫ്റ്റ്വെയർ ഫോമിലാണ്. അപ്പൊ നമ്മൾ ഇമേജ് പ്രോസസ്സിങ്ങിന് നമ്മൾ ഏതാ യൂസ് ചെയ്യുക? സോഫ്റ്റ്വെയർസ് നമുക്ക് അത്യാവശ്യമാണ് അല്ലേ? അപ്പൊ കോഡ്സ് ആൻഡ് പ്രോഗ്രാംസ് വിൽ ബി സ്റ്റോർഡ് ഇൻ ദ ഫോം ഓഫ് സോഫ്റ്റ്വെയർ ആണ്. സോ ഇറ്റ് ക്യാൻ പെർഫോം ദ ഇമേജ് പ്രോസസ്സിംഗ് ആണ്. ഇനി അടുത്ത് നമ്മൾ കമ്പ്യൂട്ടറിൽ നിന്ന് നേരെ എങ്ങോട്ടേക്ക് പോകുന്നു? മാസ് സ്റ്റോറേജിലേക്ക് പോകുന്നു അല്ലേ? അതായത് അടുത്തത് എങ്ങോട്ടാണ് പോകുന്നത്? മാസ് സ്റ്റോറേജിലേക്കാണ് പോകുന്നത്. മാസ് സ്റ്റോറേജ് എന്ന് പറഞ്ഞത് വെരി മച്ച് ഇമ്പോർട്ടൻ്റ് ആണ് ഇൻ ദിസ് ആപ്ലിക്കേഷൻ. ഇമേജ് പ്രോസസ്സിങ്ങിൽ വെരി മച്ച് ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു കാര്യമാണ് മാസ് സ്റ്റോറേജ്. അതായത് ഷോർട്ട് ടേം സ്റ്റോറേജ് ഉണ്ട്, ഓൺലൈൻ സ്റ്റോറേജ് ഉണ്ട്, ആർച്ചീവൽ സ്റ്റോറേജ് ഉണ്ട്. അതെ, ഷോർട്ട് ടേം സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോസസ്സിങ്ങിന്റെ ടൈമിൽ മാത്രം സ്റ്റോർ ചെയ്യുന്നതിനാണ് ഷോർട്ട് ടേം സ്റ്റോറേജ് എന്ന് വിളിക്കുന്നത്, ഡ്യൂറിങ് പ്രോസസ്സിംഗ് ഓഫ് എൻ ഇമേജ്. ഓൺലൈൻ സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ആക്സസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റോറേജ് ആണ് ഓൺലൈൻ സ്റ്റോറേജ് എന്ന് വിളിക്കുന്നത്. ആർച്ചീവൽ സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ ഇൻഫ്രീക്വന്റ് ആക്സസ്, നമുക്ക് എപ്പോഴൊന്നും വേണ്ട, ആവശ്യമുള്ളപ്പോൾ മാത്രം എടുക്കാൻ ഇൻഫ്രീക്വന്റ് ആക്സസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത്? ആർച്ചീവൽ സ്റ്റോറേജ് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ പോകുന്നത് ഇമേജ് ഡിസ്പ്ലേയിലാണ്. അപ്പോൾ ഇമേജ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഇമേജ് ഡിസ്പ്ലേ അല്ലേ? അത് ഇമേജ് ഡിസ്പ്ലേയിങ് ഇമേജ് ആണ്. അത് എക്സാമ്പിൾ എന്തായിരിക്കും? നമ്മുടെ മോണിറ്റർ, LCD, അങ്ങനെ ഡിസ്പ്ലേ കാർഡ്, അതൊക്കെ ആയിരിക്കും ഇമേജ് ഡിസ്പ്ലേ എന്ന് വിളിക്കുന്നത്. ഇനി നമ്മൾ പറയുന്നത് ഹാർഡ് കോപ്പിയാണ്. വൺസ് ദി ഇമേജ് ഇസ് പ്രോസസ് ഇറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ ദ ഹാർഡ് കോപ്പി അല്ലേ? അപ്പോൾ നമ്മൾ ഇമേജ് പ്രോസസ്സിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഒരു ഹാർഡ് കോപ്പി എടുത്ത് വെക്കണം. എന്ത് ഹാർഡ് കോപ്പി എന്ന് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ പെൻഡ്രൈവിലാക്കി വെക്കുക, അല്ലെങ്കിൽ CD റൂമിലാക്കി വെക്കുന്നതാണ് ഹാർഡ് കോപ്പി. ഇനി മേലെ വരച്ചിരിക്കുന്നതാണ് നമ്മുടെ നെറ്റ്വർക്ക് എന്ന് വിളിക്കുന്നത്. നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ കണക്ഷൻ ഓഫ് ഓൾ ദി കോമ്പോണൻസ് ഓഫ് ഇമേജ് പ്രോസസ്സിംഗ് സിസ്റ്റം. എല്ലാ കോമ്പോണൻസിനെയും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നെറ്റ്വർക്ക് യൂസ് ചെയ്യും. അതാണ് ആ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ കമ്പോണൻസ് പറഞ്ഞാൽ ആദ്യം നമ്മൾ എന്ത് എഴുതണം? പ്രോബ്ലം ഡൊമൈൻ എഴുതണം. പിന്നെ നേരെ പോണത് എവിടേക്കാണ്? ഇമേജ് സെൻസറിലേക്ക് പോകുന്നു. ഇമേജ് സെൻസർ കഴിഞ്ഞാൽ ഹാർഡ്വെയറിൽ പോയി, ഹാർഡ്വെയർ കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിന് നേരെ സോഫ്റ്റ്വെയറിന് നേരെ മാസ് സ്റ്റോറേജ് നേരെ ഡിസ്പ്ലേന്ന് നേരെ ഹാർഡ് കോപ്പി. ഇതെല്ലാം കണക്ട് ചെയ്യാൻ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു? നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്നു. ഓക്കെ.